നമസ്കാരം. ഇപ്പോൾ ഉണ്ടായ ഒരു സുപ്രധാന വാർത്തയിലേക്കാണ്. മന്ത്രി വീണ ജോർജിന് KSU പ്രതിഷേധത്തിൽ പരിക്കേറ്റിരിക്കുന്നു. കഴുത്തിനും കൈക്കുമാണ് പരിക്കേറ്റത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ളവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. മന്ത്രി ഇപ്പോൾ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ മന്ത്രിക്കു നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു. അതിനുശേഷമാണ് KSU പ്രവർത്തകർ കൂടുതൽ പ്രകോപിതരായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും പ്രതിഷേധിക്കുകയും അതിനിടയിൽ മന്ത്രി വീണ ജോർജിനെ മർദ്ദിക്കുകയും ചെയ്തത്. മന്ത്രി വീണ ജോർജിൻ്റെ കൈക്കും കഴുത്തിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. കൈക്ക് ചെറിയൊരു മുറിവ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച KSU പ്രവർത്തകരാണ് ഇത്തരത്തിൽ മന്ത്രിയെ മർദ്ദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി CPM-ൻ്റെയും DYFI-യുടെയും ഒക്കെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രിയെ കായികമായി നേരിടാനുള്ള നീക്കമാണെങ്കിൽ ആ തരത്തിലേക്കുള്ള തിരിച്ചടി ഉണ്ടാവും എന്നുള്ള പ്രസ്താവനയുമായി പ്രതികരണങ്ങളുമായി എത്തിയിട്ടുണ്ട്. എന്നാൽ KSU-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം ഞങ്ങൾ മന്ത്രിയെ മർദ്ദിച്ചിട്ടില്ല, മന്ത്രിക്ക് അടുത്തേക്ക് പോയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ന്യായീകരണമാണ് KSU-ൻ്റെ ഭാഗത്തു നിന്ന്, KSU നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം ഇതുവരെയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം ഉണ്ടായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് മന്ത്രി വീണ ജോർജ് കണ്ണൂരിലെത്തുന്നതിന് മുന്നോടിയായി ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നുള്ള ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും KSU-ൻ്റെയും എല്ലാം കരിങ്കൊടി പ്രതിഷേധവും സമരവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരുമായി അവിടെ ഏറ്റുമുട്ടലുണ്ടായത്. അതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം ഏറ്റിരുന്നു. തുടർന്നാണ് KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി കൂടുതൽ പ്രകോപിതരായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്ക് എന്തായാലും ശരിയായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. അവിടെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണഗതിയിലൊക്കെ മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുമെങ്കിൽ പ്രതിഷേധക്കാർ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ തടയാനുള്ള സംവിധാനങ്ങളുമൊക്കെ പോലീസുകാർ സാധാരണഗതിയിൽ ഒരുക്കാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും പ്രതിഷേധക്കാർക്ക്, കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് മന്ത്രിയുടെ അടുത്ത് ഏത് മന്ത്രിയായാലും അവരുടെ അടുത്ത് പോലും എത്താൻ കഴിയാത്ത രീതിയിലേക്കൊക്കെ തടയുന്ന രീതി പോലീസിനുണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ചാണോ അതോ പോലീസിൻ്റെ വീഴ്ചയാണോ, എന്തായാലും പ്രതിഷേധക്കാർ മന്ത്രിയുടെ വളരെ അടുത്ത് വരെ എത്തുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. അവിടെയാണ് മന്ത്രിക്ക് പരിക്കേറ്റുവെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് മന്ത്രി CMA എനിക്ക് പരിക്കേറ്റു, എനിക്ക് മർദ്ദനമേറ്റു എന്ന് പറയുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരത്തെ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് ഒരു മന്ത്രിക്ക് നേരെ പ്രതിഷേധം പതിവാണ്. കരിങ്കൊടി പ്രതിഷേധമായാലും മറ്റു പ്രതിഷേധങ്ങളുമൊക്കെ. പക്ഷേ ശാരീരികമായി ഏതെങ്കിലും നേതാവിനെ ആക്രമിക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധത്തിൻ്റെയും രീതിയല്ല, അത് ഒരു പ്രതിഷേധത്തിൻ്റെയും ശൈലിയല്ല. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. അല്ല സജിയോട്ടാ, നിങ്ങൾ വരണ്ട, അഡ്മിഷൻ ആയിക്കോ. അല്ല അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അല്ല ആൾക്കാർ അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി, ഞാൻ കേൾക്കാൻ വിളിച്ചോടെ. റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാനും. അല്ല സജിയോട്ടാ, നിങ്ങൾ വരണ്ട, അഡ്മിഷൻ ആയിക്കോ. അത് രണ്ട് വിഭാഗക്കാരും വന്നു. അല്ല അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അല്ല ആൾക്കാർ അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി, ഞാൻ കേൾക്കാൻ വിളിച്ചോടെ. റെയിൽവേ സ്റ്റേഷനിലാണ്. മന്ത്രി വീണ ജോർജിനാണ് KSU പ്രതിഷേധത്തിനിടയിൽ പരിക്കേറ്റിരിക്കുന്നത്. കേരളത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കാത്ത അസാധാരണമായ ഒന്നാണ് ഉണ്ടായിരിക്കുന്നത്. മന്ത്രിക്ക് പ്രതിഷേധത്തിനിടയിൽ പരിക്കേറ്റിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ KSU നേതൃത്വം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടില്ല, ഞങ്ങളുടെ പ്രവർത്തകരാരും ആ തരത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള ന്യായീകരണമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ഈ സംഭവം ഉണ്ടായത്? കിരൺ, അന്താരാഷ്ട്ര ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തിനായാണ് മന്ത്രി കണ്ണൂരിലെത്തിയത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ മന്ത്രി സഞ്ചരിച്ച വഴിയിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായി. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളി ഉണ്ടായി. തുടർന്ന് മന്ത്രി
മടങ്ങുന്നതിന് വേണ്ടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ ഭാഗത്ത് വെച്ചാണ് KSUക്കാരുടെ പ്രതിഷേധമുണ്ടായത്. പോലീസിന്റെ വലയം ഭേദിച്ചു എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവിടെ മന്ത്രിയെ ആക്രമിച്ചു. മന്ത്രിക്ക് പരിക്കുണ്ട്, കഴുത്തിലും കയ്യിലുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ ഈ പോലീസിന്റെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.